ഫസ്റ്റ് ഞാൻ സഞ്ജുവിനെ കാണുന്നത് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ്. അന്ന് ബിജു സാറിന് ഞങ്ങളെല്ലാവരും അവിടെ ട്രെയിൻ ചെയ്ത സമയത്താണ്. അപ്പം അതിനുശേഷം നമ്മൾ ഒരുമിച്ച് അണ്ടർ-23 കളിക്കുമ്പോഴാണ് കൂടെ ഒരു മാച്ച് കളിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് ഞാനും സഞ്ജു ഒരുമിച്ചാണ് ഞങ്ങൾ എനിക്ക് ഡെബ്യൂ കിട്ടിയപ്പോൾ ഞാനും സഞ്ജുവും അതെ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ഇവിടെ തലശ്ശേരിയിൽ ഡെബ്യൂ ചെയ്യാൻ പോണത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡെബ്യൂ ചെയ്തു. സഞ്ജു ഒരു തേർഡ് മാച്ചിലാണ് സഞ്ജു ഡെബ്യൂ ചെയ്യേണ്ടത്. നാഗ്പൂരിൽ വെച്ചിട്ടാണ് സഞ്ജുവും ഡെബ്യൂ ചെയ്യേണ്ടത്. ആ സെയിം ഇയർ തന്നെ ഞങ്ങൾ IPL-ലും സെയിം രാജസ്ഥാൻ റോയൽസിൽ നമ്മൾ കളിച്ചു. അപ്പോൾ അങ്ങനെയാണ്. കാരണം എൻ്റെ ഒരു അനിയനാണ് അവൻ. കാരണം സഞ്ജുവിന്റെ വളർച്ച വളരെ കൃത്യമായിട്ട് അടുത്ത് നിന്ന് നോക്കിക്കണ്ട, ഗ്രൗണ്ടിൽ നിന്ന് ഒരുമിച്ച് നോക്കിക്കണ്ട ഒരാളാണ് സച്ചിൻ. അപ്പോൾ ഒരു ഹൈ എങ്ങനെയാണ് കാണുന്നത്? കുറെ കൂടി, അതായത് സഞ്ജു പൊട്ടേഷൻ അത്രയും കാലിബർ ഉള്ള ഒരു പ്ലെയർ ആണ്, അപ്പോൾ ടെക്നിക്കലി അത്രയും ബ്രില്യൻ്റ് ആയ ഒരു പ്ലെയർ ആണ്. സഞ്ജുവിന് കുറച്ചും കൂടി അധികം ഇന്റർനാഷണലിൽ കിട്ടണമായിരുന്നു എന്നൊരു തോന്നലൊക്കെ ഇല്ലേ? അല്ല, നമുക്ക് ക്രിക്കറ്റിൽ ഏറ്റവും വേണ്ട ഒരു കാര്യം ഒരു ഹാർഡ് വർക്കിംഗ് ഒരു മെൻറ്റാലിറ്റി തന്നെയാണ്. അപ്പോൾ അതിൽ ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നൊരു ആളാണ് സഞ്ജു. അപ്പം ഇപ്പോൾ ഇൻ്റർനാഷണൽ ആണെങ്കിൽ നമുക്കല്ലേ എന്താ പറയുക, ഒരു സപ്പോർട്ട് എപ്പോഴും ഭയങ്കര ഒരു ആവശ്യം തന്നെയാണ്. ഇപ്പം എനിക്കൊന്ന് ഈ റീസെൻ്റ് ആയിട്ട് സഞ്ജുവിന് അത് സൂര്യകുമാർ യാദവ് നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. രോഹിത് ശർമ്മയുടെ ഒരു ലാസ്റ്റ് ആയപ്പോഴും സഞ്ജുവിന് കിട്ടി തുടങ്ങി. അപ്പോൾ ഇനി ഒരു ലോങ് റൺ എല്ലാവർക്കും അതിൻ്റെതായ ഒരു സമയമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ ടൈമിൽ സഞ്ജു ഇപ്പോഴാണ് സഞ്ജുവിൻ്റെ ടൈം. കാരണം നല്ല രീതിയിൽ IPL-ലും നല്ല പെർഫോം ചെയ്യുന്നു, ഇൻ്റർനാഷണൽ പെർഫോം ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ടൈമാണ് സഞ്ജുവിന് എപ്പോഴും ഇനിയും, കാരണം ഇപ്പം കൺസ്റ്റന്റ് ആയി ഒരു ഓപ്പണിംഗ് സ്ലോട്ടിൽ T20-യിൽ. അപ്പോൾ ഈ ഒരു പെർഫോമൻസ് വെക്കുവാണെങ്കിൽ വൺ ഡേയിലും എനിക്ക് തോന്നുന്നു സഞ്ജുവിന് ആ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യാൻ പറ്റും.